ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ അഡ്മിനിസ്ട്രേഷനും അവരുടെ പോളിസീസും പിന്നെ എന്തുകൊണ്ടാണ് ഇവരുടെ ഭരണം പരാജയപ്പെട്ടു പോയി എന്നുള്ളതുമാണ്. പോർച്ചുഗീസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ തലവൻ എന്ന് പറയുന്ന വ്യക്തി വൈസ്രോയി ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമായിരുന്നു. കൂടാതെ ഓരോ വൈസ്രോയിനെയും സഹായിക്കുവാനായിട്ട് അദ്ദേഹത്തിന് ഒരു സെക്രട്ടറിയും ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതിനുവേണ്ടി ഇദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് ഒരു കൗൺസിൽ രൂപം ചെയ്ത് നൽകുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് വരുന്ന പോസ്റ്റാണ് വേദർ ദ ഫസൻഡ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും കപ്പലുകൾ ഡിസ്പാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കാർഗോസ്, റവന്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്ന പോസ്റ്റായിരുന്നു വേദർ ദ ഫസൻഡ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഫ്രിക്ക മുതൽ ചൈന വരെ പോർച്ചുഗീസുകാർക്ക് കോട്ടകളുണ്ടായിരുന്നു. ഈ ഓരോ കോട്ടയും ഓരോ ക്യാപ്റ്റൻ്റെ അധീനതയിലായിരുന്നു പ്രവർത്തിച്ചു പോന്നുകൊണ്ടിരുന്നത്. ഈ ഓരോ ക്യാപ്റ്റനെ സഹായിക്കുവാനായിട്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പോസ്റ്റും നിലവിലുണ്ടായിരുന്നു. ഇനി നമുക്ക് പോർച്ചുഗീസുകാരുടെ റിലീജിയസ് പോളിസി എന്തായിരുന്നു നോക്കുകയാണെങ്കിൽ, നോർത്ത് ആഫ്രിക്കയിൽ അവരുടെ പ്രധാന എനിമി എന്ന് പറയുന്നത് അവിടുത്തെ മൂസ് ആയിരുന്നു, അല്ലെങ്കിൽ അറബ്സ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. അവർ ഈസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇതേ ചിന്താഗതിയോടുകൂടി തന്നെയാണ് ഇങ്ങോട്ടും വരുന്നത്. അതായത് ക്രിസ്ത്യാനിറ്റീനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ മുസ്ലിംസിനെയെല്ലാം പെർസിക്യൂട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി. ആദ്യകാലങ്ങളിൽ ഇവർ മുസ്ലിംസിനെതിരെ ഭയങ്കര ഇൻടോളറൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ മുസ്ലിംസിനെതിരെ ഇൻടോളറൻ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുസിൻ്റെ അടുത്ത് ഇവർ ടോളറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കാലം കഴിയും തോറും ഇതിൽ മാറ്റം വരികയും ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുസിനെയും ഇവർ വലിയ രീതിയിൽ ക്രൂശിക്കുകയും പെർസിക്യൂട്ട് ചെയ്യാനൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ഇൻടോളറൻ്റ് ബിഹേവിയർ നിലനിൽക്കെ തന്നെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ അക്ബറിൻ്റെ രാജസദസ്സിലേക്ക് എത്തുകയും അദ്ദേഹത്തിൽ നിന്നും നല്ലൊരു ഇംപ്രഷൻ മേടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അക്ബറിന് തിയോളജി പോലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നതു എന്നുകൊണ്ടാണ്. ഈ ഒരു കാര്യം കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് മുഗൾസുമായിട്ട് ഇവരുടെ റിലേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കണം. പോർച്ചുഗീസുകാരുടെ തുടക്കത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹുമയൂണുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവർ തമ്മിൽ നേരിട്ടൊരു കോൺഫ്ലിക്റ്റ് അല്ല ഉണ്ടാകുന്നത്. ഗുജറാത്തും മുഗൾസും തമ്മിലുള്ള പ്രശ്നം വരുന്ന സമയത്ത് പോർച്ചുഗീസുകാർ ഗുജറാത്തിനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സഹായം നൽകുന്നത് വഴി ഹുമയൂണുമായിട്ട് പോർച്ചുഗീസുകാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാലും പോർച്ചുഗീസുകാരുടെ വലിയൊരു നേവൽ ഫോഴ്സിൽ നമ്മുടെ മുഗൾ എംപയർ വലിയ രീതിയിൽ ഇംപ്രസ്ഡ് ആകുന്നുണ്ട്. പോർച്ചുഗലിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരികളായിരുന്ന മുഗൾസിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു. അങ്ങനെ 1579 അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ഗോവയിലെ പോർച്ചുഗീസ് അതോറിറ്റിക്ക് ഒരു ലെറ്റർ അയക്കുന്നത്. അതിൽ അക്ബർ പറയുന്നത് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് നല്ല അറിവുകളുള്ള 2 പുരോഹിതന്മാരെ അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് അയക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഗോവൻ ചർച്ച് അതോറിറ്റീസ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ഈ ഒരു ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. എംപയർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആകുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിൻ്റെ കോർട്ടിലേക്ക് വേണ്ട 2 ജെസ്യൂട്ട് ഫാദേഴ്സിന് വിട്ടുകൊടുക്കുന്നുണ്ട്. ആ 2 വ്യക്തികളായിരുന്നു ഫാദർ റൊഡോൾഫോ അക്വാവയും ആൻ്റോണിയോ മോൺസറാട്ടയും. അങ്ങനെ ഈ 2 വ്യക്തികൾ 1580 ഫെബ്രുവരി 28 ഫത്തേപൂർ സിക്രിയിൽ എത്തുകയും ഇവർക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം നൽകുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ പോർച്ചുഗീസുകാർ പ്രതീക്ഷിച്ചതുപോലെ അക്ബറിനെ മതം മാറ്റുന്ന കാര്യമൊന്നും നടക്കുന്നില്ല. പിന്നീട് 1583 ഈ 2 ഫാദേഴ്സും തിരിച്ചു പോവുകയും ചെയ്യുന്നു. പിന്നീട് ഇതിന് സമാനമായിട്ടുള്ളൊരു പ്രവർത്തനം 1590 നടക്കുകയും 1592 ഇതുപോലെ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു. പിന്നീട് 1595 ആകുന്നതോടുകൂടി അക്ബർ ഒരു ഇൻവിറ്റേഷൻ അയക്കുകയും അന്ന് ലാഹോറിലായിരുന്നു മുഗൾ കോട്ട ഉണ്ടായിരുന്നത്. അവിടേക്ക് എത്തിയ 2 ഫാദേഴ്സായിരുന്നു ഫാദർ ജെറോം സേവിയറും ഇമ്മാനുവൽ പിനേറിയും. ഇവർ അവിടെ എത്തുകയും പിന്നീട് അവിടെ തുടർന്ന് പോരുകയും ചെയ്തു. എന്നാൽ 1605 അക്ബർ മരണമടയുകയും പ്രിൻസ് അലി ജഹാംഗീർ എന്ന പേരിൽ അധികാരത്തിലെത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ജഹാംഗീർ ഈ ഫാദേഴ്സിനെല്ലാം നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഇസ്ലാം മതത്തിന് പ്രാധാന്യം നൽകി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാലം കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ജഹാംഗീറിന് ഇവരോടുള്ള പിണക്കങ്ങളിൽ മാറ്റം വരികയും ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ആയില്ല, പക്ഷേ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിന് ഉദാഹരണങ്ങൾ പറയുവാണെങ്കിൽ ഇപ്പോൾ പള്ളി പണിയാനുള്ള അവകാശങ്ങൾ കൊടുത്തു, കൂടാതെ ബാപ്റ്റിസം നടത്താനുള്ള അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാഹോറിൽ ഇവർക്ക് ഒരു പള്ളി പണിത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1608 ആകുന്നതോടുകൂടി ആഗ്രയിൽ 20 ബാപ്റ്റിസവും നടക്കുന്നുണ്ട്. അങ്ങനെ ജഹാംഗീറിൻ്റെ ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കാണുന്ന ജെസ്യൂട്ട് ഫാദേഴ്സ് അതിൽ വളരെയധികം പ്രതീക്ഷ വയ്ക്കുകയും ഇദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമെന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ പ്രതീക്ഷകളൊന്നും നടന്നില്ല. കാരണം പോർച്ചുഗീസ് വൈസ്രോയിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ വളരെ അറഗൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഇവരുടെ ബന്ധത്തിൽ വലിയ രീതിയിലുള്ള റിഫ്റ്റുകൾ പിന്നീട് ഉണ്ടാക്കുന്നുണ്ട്.
ഇതൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടുകാർ കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേരുവാനുള്ള പാത കണ്ടുപിടിക്കുകയും അങ്ങനെ 1608 ക്യാപ്റ്റൻ വില്യം ഹോക്കിങ്സ് അദ്ദേഹത്തിൻ്റെ ഹെക്ടർ എന്ന കപ്പലിൽ സൂറത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ഇംഗ്ലണ്ട് രാജാവായിട്ടുണ്ടായിരുന്ന ജെയിംസ് വണ്ണിൻ്റെ ഒരു ലെറ്ററുമായിട്ടാണ് വരുന്നത്. അവർ ജഹാംഗീറിൻ്റെ മുഗൾ കോർട്ടിൽ വന്ന് കണ്ട് ഇന്ത്യയിൽ വ്യാപാരം നടത്തുവാനുള്ള പെർമിഷൻ മേടിക്കുക എന്നതായിരുന്നു ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഇത് തിരിച്ചറിഞ്ഞ ഫാദർ പിനേറിയോയും പോർച്ചുഗീസ് അതോറിറ്റീസുമൊക്കെ ഹോക്കിങ്സ് ജഹാംഗീറിൻ്റെ കോർട്ടിലെത്തുന്നതിൽ നിന്ന് തടയുവാനായിട്ടുള്ള ഒത്തിരിയധികം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിലും ഈ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ജഹാംഗീറിനെ അവർ വന്ന് കാണുകയും ഹോക്കിങ്സ് കൊടുക്കുന്ന ഗിഫ്റ്റുകളൊക്കെ ജഹാംഗീർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഹോക്കിങ്സിന് തുർക്കി ഭാഷ നന്നായിട്ട് അറിയാവുന്നതിനാൽ തന്നെ ഇവർക്കൊരു നടുക്കൊരു ഇൻ്റർമീഡിയറ്റ് ആവശ്യമില്ലാതെ തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള സംഭാഷണം നടത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹോക്കിങ്സിൻ്റെ ഈ ഇടപെടലുകളിൽ ഇംപ്രസ്ഡ് ആയിട്ടുള്ള ജഹാംഗീർ അദ്ദേഹത്തിന് മൻസബ്ദാർ എന്ന പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു. ഹോക്കിങ്സിന് അന്ന് ജഹാംഗീർ ഓഫർ ചെയ്തത് 30,000 രൂപയായിരുന്നു. എന്നാൽ ഹോക്കിങ്സ് ഇത് സ്വീകരിക്കുന്നില്ല. ഹോക്കിങ്സ് പിന്നീട് അർമേനിയൻ ക്രിസ്ത്യനായിരുന്ന മുബാറക് ഷാ എന്ന വ്യക്തിയുടെ മകളെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ ഇംഗ്ലീഷുകാർക്ക് ട്രേഡിംഗ് ഫെസിലിറ്റീസ് കിട്ടിയതോടുകൂടി പോർച്ചുഗീസുകാർക്ക് വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടാവുകയും അങ്ങനെ പോർച്ചുഗീസുകാർ മുഗൾ എംപയറുമായിട്ട് പല നെഗോഷിയേഷൻസ് നടത്തുകയും താൽക്കാലികമായി ചില ഉടമ്പടികളിലൊക്കെ എത്തിച്ചേരുകയും ചെയ്യുന്നു. പോർച്ചുഗീസുകാർ അങ്ങനെ ഗുജറാത്തിലെ സൂറത്ത് തുറമുഖത്തിലേക്ക് ഇംഗ്ലീഷ് കപ്പലുകൾ വരുന്നത് തടയുവാനായിട്ട് അവർക്കൊരു പരിധിവരെ സാധിക്കുകയും 1611 പോർച്ചുഗീസുകാരുടെ ഇത്തരത്തിലുള്ള നടപടികളും മുഗൾ പോളിസീസും ഒന്നും കൗണ്ടർ ചെയ്യാൻ പറ്റാതെ ഇംഗ്ലീഷുകാർ തിരിച്ച് മടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഹോക്കിങ്സ് മടങ്ങിപ്പോയെങ്കിലും 1612 നവംബറിൽ ഡ്രാഗൺ എന്ന പേരുള്ള ഷിപ്പിലും ഒസിയാൻഡർ എന്ന പേരുള്ള മറ്റ് ചെറിയൊരു ഷിപ്പിലുമായിട്ട് ക്യാപ്റ്റൻ ബെസ്റ്റിൻ്റെ നേതൃത്വത്തിലൊരു സംഘം എത്തുകയും അവർ പോർച്ചുഗീസുകാരെ നേരിടുകയും ചെയ്യുന്നു. അന്ന് സ്വന്തമായൊരു നേവി ഇല്ലാതിരുന്ന ജഹാംഗീറിന് ഈയൊരു ഇംഗ്ലീഷ് സക്സസ്സിൽ ഒത്തിരിയധികം ആകൃഷ്ടനാകുകയും പോർച്ചുഗീസുകാരുടെ പൈറസി പോലുള്ള ആക്റ്റുകൾ ഇമ്പീരിയൽ മുഗൾസ് ഇവർക്ക് എതിരാകാനും കാരണമായിട്ട് മാറുന്നു. പിന്നീട് 1613 പോർച്ചുഗീസുകാരും ജഹാംഗീറും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും പോർച്ചുഗീസുകാർ ജഹാംഗീറിൻ്റെ മുഗൾ ഷിപ്പുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. കൂടെ അതിലുണ്ടായിരുന്ന ഒരുപാട് മുസ്ലിംസിനെ ഇവർ തടവിലാക്കുകയും കാർഗോസെല്ലാം പ്ലണ്ടർ ചെയ്യുകയും ചെയ്തു. ഇത്രയേറെ കൊള്ളകൾ നടത്തിയതോടുകൂടി മുഗൾ എംപയേഴ്സിൻ്റെ പോർച്ചുഗൽ വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടാവുകയും ജഹാംഗീർ അന്നത്തെ സൂറത്ത് ഇൻചാർജ് ആയിരുന്ന മുബാറക് ഖാനോട് നഷ്ടപരിഹാരം മേടിച്ചെടുക്കാനുള്ള ഉത്തരവിടുകയും ചെയ്യുന്നു. പിന്നീട് ഷാജഹാൻ ഭരണത്തിൽ വരുന്നതോടുകൂടി പോർച്ചുഗീസുകാർക്ക് മുഗൾ കോർട്ടിലുണ്ടായിരുന്ന എല്ലാ അഡ്വാൻറ്റേജും നഷ്ടമാവുകയും ഇതോടുകൂടി മുഗൾ എംപയേഴ്സിനെ അല്ലെങ്കിൽ ആ റോയൽ ഫാമിലിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുള്ള പോർച്ചുഗീസുകാരുടെ മുഴുവനായിട്ടുള്ള ഉദ്ദേശവും നിലച്ചു പോകുന്നു. കൊൽക്കട്ടയിലെ ഹൂഗ്ലിയിൽ നടന്ന കാര്യങ്ങളും മുഗൾസിന് പോർച്ചുഗലിലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടുവാനുള്ള കാരണമായിട്ട് മാറുന്നുണ്ട്. 1579 ഇവർ പോർച്ചുഗീസ് വന്ന സമയത്ത് ഒരു ഇമ്പീരിയൽ ഫാർമൻ അനുസരിച്ചുകൊണ്ട് പോർച്ചുഗീസുകാർക്ക് ബംഗാളിലെ സദ്ഗൗൺ എന്ന സ്ഥലത്ത് നിന്നും വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു റിവർ ബാങ്കിൽ വന്ന് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് തുടങ്ങാനുള്ള അവകാശം ലഭിക്കുന്നുണ്ട്. പിന്നീട് വർഷങ്ങൾ കഴിയും തോറും അവർ ആ ഒരു സ്ഥലത്ത് വലിയ കെട്ടിടങ്ങൾ പണിയുകയും അവരുടെ വ്യാപാരം വിപുലീകരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അതിനായി പുതിയൊരു തുറമുഖം അവർ പണിതു. അതാണ് ഹൂഗ്ലി പോർട്ട് എന്ന പേരിൽ. കൂടാതെ അവർ ഉപ്പുണ്ടാക്കുന്നതിന് ആ പ്രദേശത്ത് മോണോപോളി കൊണ്ടുവരികയും ടുബാക്കോയ്ക്ക് മേലെ വിവിധ തരത്തിലുള്ള ഡ്യൂട്ടികൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതിന് മാത്രമായിട്ട് അവർ ഒതുങ്ങുകയില്ല. പോർച്ചുഗീസുകാർ ട്രേഡിലൂടെ പണം ഉണ്ടാക്കിയ കൂടെ തന്നെ വലിയ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള അടിമ കച്ചവടവും ഈ കൂടെ അവർ നടത്തിപ്പോന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള കുട്ടികളെ അവർ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയും ക്രിസ്ത്യൻ കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ട് വരികയും ചെയ്തു. ഇവരുടെ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ അവർ പിടിച്ചുകൊണ്ട് പോയത് മുംതാസ് മഹലിൻ്റെ 2 സ്ലേവ് ഗേൾസിനെ കൂടിയായിരുന്നു. ഇതിനെ തുടർന്ന് 1632 ജൂൺ 24 മുഗൾസ് ഹൂഗ്ലി ആക്രമിക്കാൻ തുടങ്ങുകയും പിന്നീട് 3 മാസത്തിന് ശേഷം അവർ ഹൂഗ്ലി പിടിച്ചെടുക്കുകയും ചെയ്തു. ഷാജഹാൻ അന്നത്തെ ബംഗാൾ ഗവർണറായിരുന്ന കാസിം ഖാനോട് പോർച്ചുഗലിനെതിരെ ആക്ഷൻസ് എടുക്കാൻ ഉത്തരവിടുകയും അതിനെ തുടർന്ന് അന്ന് ഏകദേശം മുഗൾസിന് 1000 പേരെ നഷ്ടപ്പെട്ട സമയത്ത് 400 പോർച്ചുഗീസുകാരെ തടവിലാക്കുകയും ആഗ്രയിലേക്ക് പിടിച്ചുകൊണ്ട് പോരുകയും ചെയ്യുന്നു. അന്ന് പോർച്ചുഗീസുകാരുടെ മുന്നിലേക്ക് വെച്ചത് 2 ഓപ്ഷൻസ് ആയിരുന്നു. ഒന്നല്ല എങ്കിൽ മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ആവുക, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അടിമയായിട്ട് ജീവിക്കുക. അങ്ങനെ പിന്നെയും കുറേ കാലത്തേക്ക് ഷാജഹാൻ ഈ ഒരു ക്രിസ്ത്യൻ പെർസിക്യൂഷനൊക്കെ തുടർന്നു പോരുന്നുണ്ട്. ഇതേ തുടർന്ന് ഷാജഹാൻ മുഗൾ കോർട്ടിൽ നിന്നും പോർച്ചുഗീസുകാരെ പൂർണ്ണമായിട്ടും പുറത്താക്കുന്നു.
ഇന്ത്യയിൽ പോർച്ചുഗീസിൻ്റെ ഡിക്ലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ ലഭിച്ചിരുന്ന ലോക്കൽ സപ്പോർട്ടൊക്കെ പതിയെ കുറയുവാനായിട്ട് തുടങ്ങി. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഡൈനാസിറ്റീസുകളുടെ കടന്നുവരവാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈജിപ്ത്, അതുപോലെ തന്നെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ മറാത്താസ് ഒക്കെ ഇവർക്ക് എതിരാളികളായിട്ട് വന്നു എന്നുള്ളതാണ്. അങ്ങനെ മറാത്താസ് ഇവരുടെ കയ്യിൽ നിന്നും സാൽസറ്റും ബസൈനും ഒക്കെ 1739 പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ റിലീജിയസ് പോളിസി, ഇംഗ്ലീഷുകാരുടെ കടന്നുവരവും ഇല്ലീഗലായിട്ടുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസും അടിമ കച്ചവടവും ഒക്കെ ഇവർക്ക് അനേകം ശത്രുക്കൾ ഉണ്ടാകാനുള്ള കാരണമായിട്ട് മാറി. പിന്നീട് പൈറസി പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഇവരെ വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത ട്രേഡേഴ്സായിട്ടായിരുന്നു കണക്കാക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് ബ്രസീൽ കണ്ടുപിടിക്കുന്നതോടുകൂടി പോർച്ചുഗീസുകാരുടെ താല്പര്യങ്ങളൊക്കെ അങ്ങോട്ട് വ്യതിചലിക്കുകയും അവർ കൂടുതൽ ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. എല്ലാ കാര്യത്തിലും വളരെ അറഗൻറ്റും വയലൻറ്റുമായിട്ട് ബിഹേവ് ചെയ്തിരുന്ന ഇവരെ ചെറിയ സ്റ്റേറ്റുകൾ മുതൽ വലിയ മുഗൾ എംപയേഴ്സ് വരെയുള്ളവർക്ക് ഇവരോട് വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൂടാതെ യൂറോപ്പിനിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ സ്പെയിനും ബ്രിട്ടനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയിലെ പോർച്ചുഗീസുകാരെ ബാധിക്കുന്ന കാര്യമായിരുന്നു. കൂടാതെ കടൽമാർഗ്ഗം ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളത് മറ്റ് രാജ്യങ്ങൾ കണ്ടെത്തുന്നതോടുകൂടി ഇവർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന മോണോപ്പൊളി നഷ്ടമാവുകയും ഡച്ചുകാർ സ്പൈസ് ട്രേഡിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് 1653 ആകുന്നതോടുകൂടി മറാത്താസ് ഗോവ ആക്രമിക്കുന്നതിലൂടെ ഏകദേശം ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ ശക്തി മുഴുവനായിട്ടും ഇന്ത്യയിൽ ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കുറേ ഇൻഡിവിജ്വൽ കച്ചവടക്കാരായിട്ടും ചെറിയ രീതിയിലൊക്കെയാണ് പോർച്ചുഗീസുകാർ പിന്നീട് ഇന്ത്യയിൽ പ്രവർത്തിച്ചു പോന്നിരുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് പോർച്ചുഗീസ് റൂൾ ഇത്രയും അധികം സിഗ്നിഫിക്കൻ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നതോടു കൂടിയാണ് ഒരു യൂറോപ്യൻ എറ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ട്രേഡ്, അങ്ങനെ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുന്നത് ഈ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവോട് കൂടിയാണ്. കൂടാതെ ഒരു നേവൽ പവറിൻ്റെ എമർജൻസ് അല്ലെങ്കിൽ മോഡേൺ വാർഫെയറിൻ്റെ കടന്നുവരവ്, ഇന്ത്യയിലേക്ക് ആർട്ടിലറിയുടെയൊക്കെ കടന്നുവരവ്, പുതിയ നൂതന തരത്തിലുള്ള യുദ്ധങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ യുദ്ധമുറകളുടെയൊക്കെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിന് കാരണമാകുന്നതും പോർച്ചുഗീസുകാരുടെ ഈ വരവോട് കൂടിയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം ഒന്നിലധികം ഡെക്കുകളുള്ള ഷിപ്പുകൾ വരുന്നുണ്ട്, നല്ല പുതിയ ഡോക്ക് യാർഡുകൾ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇനിയിപ്പം ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ജെസ്യൂട്ട് പാദ്രിമാരൊക്കെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരിയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ്. അത് മാത്രവുമല്ല, ഇപ്പോൾ പോർച്ചുഗീസുകാരെ നോക്കുകയാണെങ്കിൽ അവരിൽ നല്ല പെയിൻറ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു, കാർവേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു. അങ്ങനെ അത് മാത്രവുമല്ല, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒത്തിരിയധികം ചർച്ചുകളൊക്കെ ഇവർ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരുടെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഇത്രയധികം കാര്യങ്ങളാണ് നമുക്ക് പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുവാനായിട്ടുള്ളത്. ഇതോടുകൂടി പോർച്ചുഗീസുകാരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്കറിയാം സ്വാഭാവികമായിട്ടും നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ ബുക്കിൽ വരാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ചാപ്റ്റർ തീരുന്ന സമയത്ത്, അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് തീരുന്ന സമയത്ത് നമുക്കിതിൽ മിസ്സായി പോയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതെല്ലാം നമുക്ക് മറ്റൊരു ബുക്ക് റെഫറൻസിന് എടുത്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയിൻറ്റുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആ നഷ്ടപ്പെട്ട പോയിൻറ്റുകൾ മാത്രം സെലക്റ്റീവിൽ എടുത്ത് ഒന്ന് കവർ ചെയ്ത് നമുക്ക് പോകാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയുന്ന സമയത്ത് നഷ്ടപ്പെട്ട പോയിൻറ്റുകളെല്ലാം നമ്മൾ സെപ്പറേറ്റ് എടുത്തൊന്നും കൂടി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അതിനിടയ്ക്ക് ഇതോടുകൂടി പോർച്ചുഗീസുകാരുടെ പോർഷൻസ് കഴിയുവാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം, നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റും ചെയ്യണം. ഓക്കെ, ഇനി നല്ലതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക കേട്ടോ.